ഈ രാജ്യത്തെ തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുന്നതിനുള്ള അർഹത, അവകാശം എല്ലാവർക്കുമുണ്ട്. ചിത്ര ചേച്ചിയെ വിമർശിച്ച എല്ലാവർക്കുമായിട്ട് ഒരു ആൻസർ. ജനുവരി 22-ന് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും ശ്രീരാമ സ്തുതികൾ ആലപിക്കണമെന്നും ആവശ്യപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ചിത്ര ചേച്ചിക്ക് എതിരായിട്ട് നിങ്ങൾ വിമർശനങ്ങൾ എന്തിനാണ് ചെയ്തത്? എല്ലാവർക്കും അവരുടേതായ മതപരമായ സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. ചിത്ര ചേച്ചി ആരെയും നിർബന്ധിച്ച് മതം മാറ്റുകയോ അവരെ വേറെ രാജ്യങ്ങളിലേക്ക് കടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളോട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്യാം. ഇഷ്ടമുള്ള സനാതർക്ക്, കട്ട സനാതരായിട്ടുള്ള ജനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ചിത്ര ചേച്ചി പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട. ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ ചെയ്യുകയും വേണ്ട. നിങ്ങളോട് ആരെങ്കിലും നിർബന്ധിച്ചോ ചെയ്യാൻ? ഞങ്ങൾ കട്ട സനാതരാണ്, ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അന്ന് ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിലും ഞങ്ങൾ ലീവ് എടുത്ത് ഇരുന്ന് ഞങ്ങൾ നാമം ജപിക്കും. അതിന് നിങ്ങൾ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ചെയ്യും. നിങ്ങളോട് ആരെങ്കിലും നിർബന്ധിച്ചോ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തോ നിങ്ങളോട് നാമം ജപിക്കുന്നതിനോ ദീപം തെളിപ്പിക്കുന്നതിനോ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങൾ വിമർശിക്കുന്ന ഈ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുക്കളുണ്ടല്ലോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ മാത്രം ഹിന്ദു എന്ന് എഴുതിയിരിക്കുന്ന നിങ്ങൾക്കൊക്കെ നാണമില്ലേ? നിങ്ങളൊക്കെ എന്താ ഹിന്ദുവായിട്ട് എന്തിനാ ഇരിക്കുന്നത് ഇങ്ങനെ ഈ രാജ്യത്ത്? ഈ സനാതർക്ക്, ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നിങ്ങൾ നോക്കൂ. നോർത്ത് ഇന്ത്യയിലല്ല, ഫുൾ വേൾഡ് ആ പവിത്രമായ സമയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അന്ന് മാത്രമല്ല, എന്നും പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യേ. എങ്കിൽ അയോധ്യ രാമക്ഷേത്രം അത് സുപ്രീം കോടതിയുടെ അനുമതിയോടൊപ്പം പിന്നെ അത് സനാതരുടെ സ്വന്തം രാമജന്മഭൂമി ആയതുമാണ്. അവിടെയാണ് ക്ഷേത്രം നിർമ്മിച്ചത്. അതേ ക്ഷേത്രത്തിൻ്റെ മുകളിലായിരുന്നു ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒന്നും വിളിച്ചു പറയാതിരിക്കുക. ഇങ്ങനെ സനാതരെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന എണ്ണത്തിനാണ്. ചിത്ര ചേച്ചി എന്തു തെറ്റാ ചെയ്തേ? ഞങ്ങളെല്ലാവരും ചിത്ര ചേച്ചിയുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു ട്രെയിലർ മാത്രമാണ്. ഇനി ഫുൾ പിക്ചർ വരാനിരിക്കുന്നതേ ഉള്ളൂ. മധുരയിലും കാശിയിലും ഉള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ നോക്കിക്കാണുക. ഓക്കെ, നല്ല ഹിന്ദുക്കൾ കുറേയുണ്ട്. അവർ ഈ അമ്പലം തുറന്നു കിട്ടുന്നതിന്, ക്ഷേത്രം തുറന്നു കിട്ടുന്നതിന് വേണ്ടി 500 വർഷങ്ങൾ ഞങ്ങൾ കാത്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ട് ചെയ്തു. ഞങ്ങൾ വേറെ മതത്തിനെ ഒന്നും കുറ്റപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പാർട്ടിയിൽ നടക്കുന്ന കുറച്ച് പേർക്കൊക്കെ കുറേ വിമർശനങ്ങളൊക്കെ കൂടുതലാണ്. അതൊക്കെ നിങ്ങളുടെ പക്കൽ വെച്ചു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ട് താനും. അപ്പോൾ സനാതരായിട്ടുള്ള എല്ലാവരും കമൻ്റ് ഇടണം. ജയ് ശ്രീറാം. ഓക്കെ, എല്ലാവരും ഇടണം. പിന്നെ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീറാം.